ഞങ്ങൾ ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ പ്രതിനിധികളായി വന്നിരിക്കുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിന് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിന് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ആദ്യമേ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ ഈ വർഷത്തെ ഉറൂസ് ആരംഭം 22/11/2025 അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ജനാബ് എസ് അബ്ദുൽ ജബ്ബാർ സാഹിബ് നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. തെക്കൻ തിരുവിതാംകൂറിലെ മതേതരത്തിനും ആത്മീയതയ്ക്കും പ്രസിദ്ധി ആർജിച്ച പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഭീമാപള്ളി ദർഗാ ഷെരീഫിലെ ഈ വർഷത്തെ ഉറൂസ് മഹാമഹം 22/11/2025 രാവിലെ 8 മണി മുതൽ ആരംഭം കുറിച്ചു. 2/12/2025 പുലർച്ചെയോടെ പര്യവസാനിക്കുകയും ചെയ്യുന്നു. തുടക്ക ദിവസമായ 22-ാം തീയതി രാവിലെ 11 മണിക്ക് ഇൻഡോ സരസൻ വാസ്തുകലയുടെ പ്രതീകമായ അമ്പരച്ചുംബികളായ മിനാരങ്ങളിലേക്ക് ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് എസ് അബ്ദുൽ ജബ്ബാർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ പ്രധാന പതാക ഉയർത്തി തുടക്കം കുറിക്കുകയും ഒപ്പം വൈസ് പ്രസിഡന്റ് ഹലീൽ റഹ്മാൻ സാഹിബിൻ്റെ രണ്ടാമത്തെ പതാക ഉയർത്തുന്നതോടെ കൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ വർഷത്തെ ഉറൂസിന്റെ ആദ്യ ദിവസം കൂട്ട പ്രാർത്ഥനയ്ക്ക് ഭീമാപള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഗരി നേതൃത്വം നൽകുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികളിൽ ദിവസവും മുനാജാത്ത്, റാത്തീബ്, മൗലൂദ്, മദ്രസ വിദ്യാർത്ഥികളുടെ ബുർദ, കേരളത്തിലെ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഉറൂസിലേക്ക് വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അന്നദാനവും സമാപന ദിവസം പുലർച്ചെ ലോകത്തിന്റെ സമാധാനത്തിനും സർവമത ഐശ്വര്യത്തിനും വേണ്ടി ഡോക്ടർ സയ്യദ് ശിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തങ്ങളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയും 2/12/2025 രാവിലെ 6 മണിക്ക് അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ഉറൂസ് പരിപാടികൾ കുറിക്കുന്നു ചെയ്യും. മേൽപ്പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും ദൃശ്യ പത്രമാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകണമെന്നും ഭീമാപള്ളി മുസ്ലിം ജമാഅത്ത് സ്നേഹ അഭ്യർത്ഥന കൊണ്ട് പ്രതീക്ഷിക്കുന്നു. ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിന്റെ സാധാരണഗതിയിൽ ഭക്തജനങ്ങളിലൂടെ ലഭ്യമാകുന്ന വരുമാനങ്ങൾ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരുന്നു. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ സൗജന്യമായി ഒരാൾക്ക് പോലും ഫീസ് വാങ്ങാതെ എല്ലാ വിഭാഗം ജനങ്ങളും വന്ന് പഠിച്ചു പോകുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ അറബിക് കോളേജ്, മദ്രസകൾ, മറ്റ് ഭക്തജനങ്ങളായി വരുന്ന ആളുകൾക്ക് അവശതയുള്ള സമയങ്ങളിൽ അവർക്ക് ചില സാമ്പത്തികം നൽകൽ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തൽ, വർഷത്തിലൊരിക്കൽ ചില ആനുകൂല്യങ്ങൾ നൽകൽ,